ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ പ്രമുഖ മാധ്യമത്തിന്റെ മുൻ പേജിൽ തന്നെ ഒരു വാർത്തയുണ്ട്. ദേവസ്വം ബോർഡ് ഭരണം ഇനി പാർട്ടി നേരിട്ട്. അപ്പോൾ ഇനി ഹിന്ദുക്കളെ നിയന്ത്രിക്കാൻ പാർട്ടി ഇറങ്ങുകയാണോ? പട്ടാളമൊക്കെ പാർട്ടിയായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ പഴയ ഗോപാലസേന, ഇപ്പോഴത്തെ DYFIയുടെ വളണ്ടിയർ സേന, അവരായിരിക്കും ചിലപ്പം ഇവിടുത്തെ പോലീസും എല്ലാം. ഇപ്പോഴും അതിൽ നിന്ന് ആൾക്കാരെയാണല്ലോ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട, ഇനി ഹിന്ദുവിനെ ഭരിക്കുന്നത്, ഹിന്ദുക്കളെ പൊതുവായിട്ട് ഭരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡയറക്ടറായിട്ടായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കില്ല. പാർട്ടി സെക്രട്ടറി. അതെ, ഇപ്പം ചൈനയിലൊക്കെ അങ്ങനെയാണല്ലോ, രണ്ടും ഒന്നാണല്ലോ. പാർട്ടി പറഞ്ഞാൽ അതാണ് ഭരണകൂടം. ആയിരുന്നല്ലോ, ഇപ്പോഴല്ല, ആയിരുന്നല്ലോ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും സ്പൃക്കായുള്ള സ്ഥലം, ശരിക്കുള്ള ഹൃദയഭാഗം, ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദുവിൻ്റെ നിലനിൽപ്പ് അത് ദേവസ്വം ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ആ ക്ഷേത്രം ഭരിക്കുന്നത് നേരിട്ട് ഞങ്ങൾ ഭരിക്കാം. അതിന് MLA-മാരുടെ ഒന്നും ഇനി ഇത് വേണ്ട. പേരിന് പ്രഹസനമൊക്കെ നടക്കും, അല്ലെങ്കിലും പ്രഹസനം നടക്കുന്നത്. ഹിന്ദു MLA-മാർക്കാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അങ്ങനെയാണെങ്കിൽ ആ ഹിന്ദു MLA-മാരിൽ ഭൂരിപക്ഷം പേരാണെന്നുള്ള ആണെങ്കിൽ പോലും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവർ തന്നെ, ഞാൻ പറയും, നാളെ പാർട്ടി സെക്രട്ടറി തന്നെ ദേവസ്വം പ്രസിഡന്റ് ആയിക്കൊണ്ട് ഭരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കിട്ടുന്നത് മുഴുവൻ പാർട്ടിയിലേക്ക് പോകാം. AKG സെൻറ്ററിൽ നിന്ന് അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കി ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാക്കാം. ഉദ്യോഗസ്ഥന്മാരെ AKG സെൻറ്ററിൽ നിന്ന് നിശ്ചയിക്കും. ഉദ്യോഗസ്ഥർ വേണ്ട, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഇതേപോലത്തെ ആൾക്കാരെ മുഴുവൻ. പോറ്റിമാരും അതെ. കാരണം പോറ്റിമാരെ അല്ലെങ്കിൽ വിശ്വാസികളായല്ലോ, അപ്പം പോറ്റാൻ വേണ്ടിയുള്ള ആൾക്കാരാണല്ലോ, ആരെയൊക്കെയോ പോറ്റാൻ വേണ്ടി. അപ്പോൾ ഇതിലും അങ്ങനെ ആക്കാം. പാർട്ടിയെ പോറ്റാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്ക് പോറ്റിമാരെ അയക്കാം. അതിപ്പം പൂജ അറിയുന്നവനായിക്കൊള്ളുന്നില്ല, തന്ത്രം അറിയുന്നവനായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ നിലയ്ക്ക് നാളെ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിന് ചിലപ്പം ഭഗവാനെ അനുവദിക്കാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ പോക്ക് അങ്ങോട്ടാണ്. ഇത് പത്രവാർത്ത ശരിയാണെങ്കിൽ തെറ്റായ ഒരു സന്ദേശമാണ് അത് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത്. ഹിന്ദുക്കൾ കണ്ണ് തുറന്ന് നിന്ന് മൗനം ഭഞ്ജിക്കേണ്ട അവസ്ഥയാണ്. കാരണം മുസ്ലിം പ്രീണനത്തെ കുറിച്ചിട്ടും മുസ്ലിം ആധിപത്യത്തെക്കുറിച്ചിട്ടും ഉറക്കെ പ്രതികരിക്കുന്ന നേതൃത്വങ്ങൾ പോലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്തരം നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഹിന്ദു സമൂഹത്തിന്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത് മുഴുവൻ. ഈ കാഴ്ച കാണുമ്പം എന്തേ ഇതിനെല്ലാറ്റിനെയും അതിൽ മറ്റൊരു കാര്യമുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് നവോത്ഥാനം. ഈ നവോത്ഥാനം ഈ സമുദായത്തിന് മേൽ മാത്രം എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്? അതെ, കാരണം അപ്പോൾ ഉറപ്പാണല്ലോ നവോത്ഥാനം ഉണ്ടായത്, അവരിനെ സമ്മതിക്കല്ലേ, നവോത്ഥാനം ഉണ്ടായത് ഹിന്ദു സമൂഹത്തിൽ നിന്നാണെന്നുള്ളത്. ഹിന്ദു സമൂഹത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാരും അതുപോലെ അത് നടപ്പിലാക്കുന്നത് അവർ പറഞ്ഞത് ശരിയാ, അത് അംഗീകരിച്ചു എന്നുള്ളതാണല്ലോ. ആദ്യം എന്തായിരുന്നു, ഇവിടെ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവരാണ് ഒരു പ്രത്യേക വിഭാഗക്കാരാണ് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നില്ല അത്. പക്ഷേ ഇവരിപ്പോൾ നവോത്ഥാനം പറഞ്ഞ ഹിന്ദു സമൂഹത്തിലാണ്. ഇത് വൈക്കം സത്യാഗ്രഹ സമയത്ത് അവിടെ ക്രിസ്ത്യാനി നമുക്ക് എനിക്ക് മനസ്സിലാവുന്നത് ഈ സമുദായമാണ് വളരെ മോശം, മറ്റുള്ളവരല്ലേ ശരിയാണ്, ഇവിടെ മാറ്റങ്ങൾ അനിവാര്യമായി. അതെ, അവരങ്ങനെയല്ല. ശരിക്കും നമ്മളത് വേണ്ടി ചിന്തിച്ചിരിക്കട്ടെ, അവരാഗ്രഹിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് അവിടെ വഴി നടക്കാൻ വേണ്ടി സമരം നടത്തിയ കൂട്ടത്തിൽ അതിൽ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന ക്രിസ്ത്യാനി വന്ന സമയത്ത് മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്, ഇത് ഹിന്ദുവിൻ്റെയാണ് പ്രശ്നം, അതുകൊണ്ട് ആ വിഭാഗത്തിൽ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ വന്ന് സമരം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ പരിഷ്കർത്താക്കളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ഇങ്ങനത്തെ പ്രമുഖരായുള്ള സമുദായത്തിൽ പരിഷ്കർത്താക്കളായ ആൾക്കാർ തന്നെയാണ് ഹിന്ദു സമൂഹത്തെയും പരിഷ്കരിച്ച ആൾക്കാർ.
അപ്പോൾ അവർ ഇത് ഒളിച്ചു വെക്കലായിരുന്നല്ലോ ഇതുവരെ നടന്നിരുന്നത്. അപ്പോൾ ഇത് സത്യമാണെന്ന് കള്ളം പറയുകയാണെങ്കിലും നമ്മളെ പരിഹസിക്കാനാണ് പറയുന്നതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളെ പരിഹസിക്കാനും ഹിന്ദു പരിഷ്കൃതരല്ല, നവോത്ഥാനത്തിന് ഒന്നും ചെയ്യാത്തവരാണ്, അപ്പോൾ നവോത്ഥാനം ദേവസ്വം ബോർഡ് തന്നെ പിരിച്ചുവിടണമെന്നാണ് ഹിന്ദുക്കളുടെ ആവശ്യം. അവരുടെ നിലപാടും അതാണ്. ഹിന്ദു സംഘടനകൾ പലതവണ പറയുന്നുണ്ട്. ഏത് ഹിന്ദു ആയാലും, അത് കോൺഗ്രസിലെ ഹിന്ദു ആയാലും കമ്മ്യൂണിസ്റ്റിലെ ഹിന്ദു ആയാലും അതോടൊപ്പം തന്നെ BJPയുടെ ഹിന്ദു ആയാലും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ തട്ടിപ്പ് സ്വർണ്ണക്കടത്ത് നടത്തുന്ന കുറച്ച് നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അതിനെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ ഒരു പിടിമുറുക്കുകയാണോ പാർട്ടി ദേവസ്വം ബോർഡിൽ? അത് ഈ പറയുന്നവരൊക്കെ ഹിന്ദുക്കൾ വേണമെന്നല്ലേ പറയുന്നുള്ളൂ, പാർട്ടി ഏതായാലും വേണ്ടിയില്ല എന്ന്. ആ പാർട്ടി ഏതായാലും പറഞ്ഞില്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറയാൻ തയ്യാറാണോ? ഞാൻ അവരോട് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം പാർട്ടി ഏതായാലും എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഞാൻ ഹിന്ദു ആണെന്നുള്ള മേക്കപ്പൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കമ്മ്യൂണിസ്റ്റിനെ അവൻ ഉപേക്ഷിക്കുമോ? അവരുടെ ചിന്ത അവൻ ഉപേക്ഷിക്കുമോ? അവൻ ആഗ്രഹം പെടുത്തി ഹിന്ദുവിനെ നശിപ്പിക്കണം എന്നുള്ളതാണ്. ദേശീയ ജനതയെ, ദേശീയ കാഴ്ചപ്പാടിനെ, ദേശീയ സംസ്കാരത്തെ, ദേശീയ മാനബിന്ദുക്കളെ ഇതിനെല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദു എന്ന് പറയപ്പെടുന്ന നേതാക്കന്മാർ, അവർ നേതാക്കന്മാർ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേതാക്കന്മാർ പാർട്ടിയുടെ തത്വശാസ്ത്രങ്ങൾ പഠിച്ച ആൾക്കാരാണെന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. അവർ സ്റ്റഡി ക്ലാസ് ഉണ്ട്, പഠനങ്ങളുണ്ട്, ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെ പോലെയല്ല. അവ ഇങ്ങനെയാണെങ്കിൽ അവരോടുത്തെ ഹിന്ദുത്വത്തിനെ വിശ്വസിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ, ക്ഷേത്രങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ, വിശ്വാസങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? അത്തരം ആൾക്കാർ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രം ഭരിക്കാൻ പോയാൽ, ദേവസ്വം ബോർഡ് ഭരിക്കാൻ പോയാൽ ഹിന്ദു സമൂഹത്തിൽ നീതി കിട്ടുമോ? ക്ഷേത്രങ്ങൾ തകർക്കണം എന്നല്ല ആവശ്യം. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തീരും എന്ന് പറഞ്ഞ നേതാക്കന്മാരുടെ അനുയായികളാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞവർക്ക് എന്താണ് ഈ ദേവസ്വം ബോർഡിൽ കാര്യം? ഇങ്ങനെ പറഞ്ഞവർക്ക് എന്താണ് ദേവസ്വം ബോർഡിൽ ഇനി കാര്യം? അതെ, ശരിയാണ്. കാരണം അയാളിന് പിഴിഞ്ഞെടുക്കാൻ അയാളിന് കിട്ടിയ, അതുകൊണ്ട് അത്ഭുതപ്പെടേണ്ട, അതൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല. ഈ ദേവസ്വം ബോർഡിൽ നടക്കുന്ന മോഷണങ്ങളൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ കുറേശ്ശെ എടുത്ത് അവസാനം വിഗ്രഹങ്ങളും കൂടി എടുക്കും എന്ന് വരുന്ന സമയത്തായിരിക്കും വിശ്വാസികൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അതുവരെ പാർട്ടി എന്നും പറഞ്ഞ് പറയുന്നവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വോട്ടുകുത്തികളായിരിക്കുന്ന ഹിന്ദു സമൂഹം, വോട്ടുകുത്തികൾ ആയിരിക്കുന്ന ഹിന്ദു സമൂഹം ആ നിലയ്ക്കൊന്നും ചിന്തിക്കാൻ പ്രാപ്തരായിരിക്കില്ല. അതുകൊണ്ട് പ്രാപ്തരാകണമെങ്കിൽ, ഈ ചിന്താഗതി മാറ്റണമെങ്കിൽ പാർട്ടി വിടാൻ ഹിന്ദു സമൂഹം തയ്യാറാണ്. വിശ്വാസികളായുള്ള ഹിന്ദുക്കൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടണം. വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കൂടെ നിൽക്കട്ടെ. അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായിട്ട് പറയാൻ തയ്യാറാണ്, ഞങ്ങൾ കമ്മ്യൂണിസം ഉപേക്ഷിച്ചു, ഞങ്ങളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. ആ പാർട്ടിയിൽ വിശ്വാസികളുണ്ട്, ഞങ്ങളും വിശ്വാസികളാണ് എന്ന് അവർ തയ്യാറാണ്. ഓക്കെ, സമ്മതിക്കാം നമുക്ക്. ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകും, ഞങ്ങൾ തൊഴും. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും കൈകെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്, തൊഴുകാതെ പ്രസാദം വാങ്ങിച്ചിട്ട് കളയുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെയാണോ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന നേതാക്കന്മാരെയാണ് കാണുന്നത്, മന്ത്രിപ്രവരന്മാരെയാണ് കാണുന്നത്. അപ്പോൾ ഇവർക്ക് എവിടെയാ വിശ്വാസം? അപ്പോൾ ഇതുവരെ അവർക്ക് ആ വിശ്വാസമില്ല ജനങ്ങളുടെ മുമ്പിൽ. പിന്നെ പോണവരെന്താ പറയുന്നത്, എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ്, കസിൻ പറഞ്ഞിട്ടാണ്, മക്കൾ പറഞ്ഞിട്ടാണ്, അവരുടേതല്ലേ എന്ന് പറഞ്ഞു പോണ ചില കള്ള രാഷ്ട്രീയക്കാരുള്ള കപട വിശ്വാസികളുണ്ട്. അപ്പോൾ അവരുടെ രാഷ്ട്രീയവും കള്ളമാണ്, വിശ്വാസം കപടവുമാണ്. ആ രീതിയിലാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ മാഷ് അടക്കം പറഞ്ഞതിനെയാണ് ശരിവെക്കേണ്ടത്, ശരിയായിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം പാർട്ടി സെക്രട്ടറിയാണ്. ദേവസ്വം ബോർഡിൽ വരാൻ പോണത്, ആക്കേണ്ടത് ഇങ്ങനത്തെ ആൾക്കാരാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, പ്രമുഖ വ്യക്തികൾ, പ്രമുഖ നേതാക്കന്മാരെ
അങ്ങനെ വരുത്തുകയാണെങ്കിൽ ആ വരുന്നതിൻ്റെ ഉദ്ദേശം സതുദ്ദേശമല്ല, അത് ദുരുദ്ദേശമാണ് എന്ന് ഹിന്ദു സമൂഹവും വിശ്വാസികളും മനസ്സിലാക്കേണ്ടതാണ് ഇതിനെ സംബന്ധിച്ചിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.